ഇംഗ്ലീഷിലെ 26 അക്ഷരങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് കണക്ക് പഠിച്ചാലോ? ശരി. ONE 1, TWO 2, THREE 3, FOUR 4, FIVE 5, SIX 6, SEVEN 7, EIGHT 8, NINE 9, TEN 10. ഹായ്, കളിപ്പാട്ടം. കണക്ക് രസകരമായില്ലേ കൂട്ടുകാരെ? മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ഇല്ലെങ്കിൽ ഈ കഥ കണ്ടു നോക്കൂ. പുഴയുടെ തീരത്തുള്ള ഒരു മരത്തിലായിരുന്നു അക്കു അണ്ണാന്റെയും മിക്കു അണ്ണാന്റെയും താമസം. ഒരു ദിവസം അവർ മരത്തിലിരുന്ന് പഴങ്ങൾ തിന്നുകയായിരുന്നു. അപ്പോൾ മിക്കു അണ്ണാൻ പഴത്തിന്റെ വിത്തുകൾ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞു. ഇത് കണ്ട അക്കു അണ്ണാൻ ചോദിച്ചു, വിത്തുകൾ പുഴയിലേക്ക് വലിച്ചെറിയാതെ കരയിലേക്ക് ഇട്ടുകൂടെ? വിത്തുകൾ എവിടെ ഇട്ടാലും ഒരുപോലെയല്ലേ എന്ന് മിക്കു ചോദിച്ചു. ഒരിക്കലുമല്ല. കരയിൽ വീണ വിത്തുകൾ മുളച്ചു മരങ്ങളായി അവയിൽ നിന്ന് പഴങ്ങൾ ലഭിക്കും. പക്ഷേ പുഴയിലേക്ക് വീണാലോ അവ മുളയ്ക്കാതെ നശിച്ചു പോവുകയും ചെയ്യും. നീ പറഞ്ഞത് ശരിയാണ്. മരങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല. താമസത്തിനും ഭക്ഷണത്തിനും നമ്മൾ മരങ്ങളെയാണ് ആശ്രയിക്കുന്നത്. മരം ഒരു വരമാണ് മിക്കു. ഹായ്, കളിപ്പാട്ടം. മരങ്ങൾ വച്ചുപിടിപ്പിക്കേണ്ടതിന്റെ ഉപയോഗം എന്താണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മളും മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. മരങ്ങൾ കൊണ്ടുള്ള പ്രയോജനം മനസ്സിലായില്ലേ? അടുത്തത് പൂക്കളെ പറ്റി ആയാലോ? പൂക്കളെ ഇഷ്ടമില്ലാത്തവർ ആരുണ്ട്? റോസ്, റോസാപ്പൂ, ലോട്ടസ്, താമര, സൺഫ്ലവർ, സൂര്യകാന്തി, ഹിബിസ്കസ്, ചെമ്പരത്തി, ജാസ്മിൻ, മുല്ല. ഹായ്, കളിപ്പാട്ടം. എങ്ങനെ ഉണ്ടായിരുന്നു പൂക്കൾ? വളരെ മനോഹരമായിരുന്നില്ലേ? എങ്കിൽ അടുത്തത് നമുക്ക് നിറങ്ങളെ പറ്റി പഠിക്കാം. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ,
orange. Red. Violet, indigo, blue, green, yellow, orange, red.